യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ 7ാമത്തെ എപ്പിസോഡിലേക്ക് ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം കർത്താവ് നമ്മളെ നടത്തി തോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ആഴമുള്ള വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേദശാസ്ത്രപരമായി ചിന്തിച്ചാൽ ഏറ്റവും ആഴമുള്ളതും അടിസ്ഥാനപരമായി നമ്മളേവരും അറിയേണ്ട കാര്യങ്ങളാണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ധ്യാനിച്ച് വരുന്നത്. ദൈവമക്കളോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാറുള്ളത് പോലെ ഈ യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ വായിക്കണം. വായിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ ആഴത്തിൽ പിന്നെയും വെളിപ്പെടുത്തി തരും. ഈ ക്ലാസ്സുകൾ ഒരു എക്സോസ്റ്റീവ് സ്റ്റഡി അല്ല, എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ദൈവമക്കൾ പിന്നെയും പ്രാർത്ഥനയോടെ ധ്യാനിക്കുകയും ദൈവവചനം അതിനോട് ചേർന്ന് വായിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആഴത്തിൽ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും വെളിപ്പെടുത്തി തരും. നമ്മുടെ വിശ്വാസം ഉപരിവിപ്ലവമായ ഏതോ കാര്യത്തിലല്ല അടിസ്ഥാനപ്പെട്ട് നിൽക്കേണ്ടത്. നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന്മേലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത്. നാം നങ്കൂരമിടേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേലാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഒരിക്കലും മാഞ്ഞു പോകാത്ത, മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേൽ ഒരുവൻ അടിസ്ഥാനമിട്ട് അവൻ്റെ ഭവനം പണിതാൽ, ക്രിസ്തീയ ജീവിതം പണിതാൽ, ഏതൊക്കെ ഉപദേശ പിശകുകൾ വന്നാലും എന്തൊക്കെ കൊടുങ്കാറ്റുകൾ വന്നാലും ഒരിക്കലും അവൻ താളടിയാകത്തില്ല, ഉറച്ചു തന്നെ നിൽക്കുവാൻ ഇടയായിത്തീരും. ആകയാൽ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ മുഖവര. ആ മുഖവരയിൽ നമ്മൾ കഴിഞ്ഞ 6 എപ്പിസോഡുകൾ ദൈവവചനം ധ്യാനിച്ചു. ഇന്നും ആ മുഖവരയിൽ തന്നെ നിൽപ്പാനാണ് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ, ഈ മുഖവരയാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ എഴുത്തുകാരനായ യോഹന്നാൻ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലാണ് യോഹന്നാൻ എന്ന എഴുത്തുകാരൻ ദൈവത്തിൻ്റെ വചനത്തെ പരിചയപ്പെടുത്തുന്നത്. വചനം ആരാണ് എന്ന് 14-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യം കൂടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വചനം എന്ന് സംബോധന ചെയ്യുന്നത് യേശുക്രിസ്തുവിനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആദ്യത്തെ 5 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസ്, ഇന്നലത്തെ നിത്യതയിൽ യേശു ഉണ്ടായിരുന്നു എന്ന വിഷയവും, കോ എക്സിസ്റ്റൻസ്, പിതാവാം ദൈവവുമായി തുല്യനായിരുന്നു എന്നും, സെൽഫ് എക്സിസ്റ്റൻസ്, കർത്താവ് സ്വയംഭൂ ആയിരുന്നു എന്നും ഉള്ള വിഷയം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എഴുത്തുകാരനായ യോഹന്നാൻ സ്നാപകനെ പരിചയപ്പെടുത്തുകയാണ്. യോഹന്നാൻ സ്നാപകൻ ആണല്ലോ ദൈവത്താൽ അയക്കപ്പെട്ടവനായി യേശുക്രിസ്തുവിന് മുന്നോടിയായി യേശുവിനെ പരിചയപ്പെടുത്തുവാനായി വന്ന വ്യക്തിത്വം. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യമായി ജഡ-അവതാരത്തെക്കുറിച്ച് യോഹന്നാൻ എന്ന എഴുത്തുകാരനൊന്ന് സൂചിപ്പിക്കുന്നത് 9-ാം വാക്യത്തിലാണ്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു, യേശുവിനോടുള്ള പ്രതികരണമാണ് 10, 11 എന്നീ വാക്യങ്ങളിൽ കാണുന്നത്. അത് നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ്. എന്നാൽ 12-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവന് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുകയാണ്.
അങ്ങനെ ദൈവമക്കളാകുന്നത് 13-ാം വാക്യത്തിൽ യോഹന്നാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത് ഉയരത്തിൽ നിന്ന് ഒരു ജനനമാണ്, ദൈവത്താൽ ഉള്ള ജനനമാണ് എന്ന് താൻ രേഖപ്പെടുത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ 6 എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഏറ്റവും അവസാനത്തെ ആ ഒരു സെഗ്മെൻ്റാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. എന്നാൽ അതിൻ്റെ പ്രാരംഭവാക്യമാകുന്ന 14-ാം വാക്യത്തിൽ അല്പസമയം നിൽപ്പാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഈ വാക്യം വളരെ പ്രാർത്ഥനയോടെ വേണം നാം ചിന്തിക്കുവാൻ. അനേക ആളുകൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ശ്രേഷ്ഠമായ ഒരു വാക്യമാണ്, അപാരമായ വാക്യമാണ്. ഇതിനകത്തെ അന്തർലീനമായി കിടക്കുന്ന ആ ദൈവവചനത്തിൻ്റെ ആഴം അതാർക്കെങ്കിലും പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. സഭാചരിത്രം പരിശോധിച്ചാൽ ഈ വാക്യത്തെ ചൊല്ലി ധാരാളം ഉപദേശ പെശകുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം, വചനം ജഡമായി തീർന്നു. The word became flesh. The word became flesh. ഇംഗ്ലീഷിൽ 4 വാക്കുകൾ ഉപയോഗിച്ച് യോഹന്നാൻ ലോകത്തിൽ നടന്ന ഗ്രേറ്റസ്റ്റ് മിറക്കിളിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ബൈബിളിലെ ഏറ്റവും കൺസൈസായി ചുരുക്കം വാക്കുകളിലൂടെ യേശുക്രിസ്തുവിൻ്റെ ജഡ അവതാരത്തെ വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. വചനം എന്ന് അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് ഈ ബൈബിൾ പഠിക്കുന്ന, ഈ പരമ്പരയിൽ ശ്രദ്ധിക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. യേശുക്രിസ്തു ജഡമെടുത്ത വിഷയമാണ് 14-ാം വാക്യം. വചനം ജഡമായി തീർന്നു. യേശുക്രിസ്തു ജഡമായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ഹ്യൂമാനിറ്റി ബൈബിൾ വെളിപ്പെടുത്തുന്നു. വാസ്തവത്തിൽ 9-ാം വാക്യം പരിശോധിച്ചാൽ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന ആ വാക്യത്തിനകത്ത് ആദ്യമായി എഴുത്തുകാരൻ യേശുക്രിസ്തുവിൻ്റെ ജഡയവതാരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വളരെ പ്ലെയിനായി, ക്ലിയറായി 1-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ശക്തമായി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന യോഹന്നാൻ, ദൈവമായിരുന്ന യേശു ജഡയവതാരം ചെയ്തു. ഹി കെയിം ഇൻ ദ ഫ്ലഷ്. വചനം ജഡമായി തീർന്നു. ദൈവമായിരുന്ന യേശുക്രിസ്തു ജഡം കൂടെ എടുത്തു, ഹ്യൂമാനിറ്റിയുടെ എടുത്തു, മനുഷ്യത്വം കൂടെ എടുത്തു. അത് വെളിപ്പാടിനാൽ നമ്മൾ ഗ്രഹിക്കേണ്ട വിഷയമാണ്. 100% ദൈവം. അത് ആദ്യ വാക്യങ്ങളിൽ വളരെ സ്പഷ്ടമാണ്. യേശുക്രിസ്തു പ്രീ എക്സിസ്റ്റൻ്റ് ആണ്, കോ എക്സിസ്റ്റൻ്റ് ആണ്, പിതാവാം ദൈവത്തോട് തുല്യനാണ്, സെൽഫ് എക്സിസ്റ്റൻ്റ് ആണ്. ആ ദൈവം മനുഷ്യവേഷം കൂടെ എടുത്തു. 100% മനുഷ്യനായി ഈ ലോകത്തിൽ വെളിപ്പെട്ടു. ലോകം കണ്ട ഏറ്റവും വലിയ മിറക്കിൾ അതാണ്. ഗോഡ് ബിക്കെയിം മാൻ. അപ്പോൾ തന്നെ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു ദൈവമല്ലാതെ തീർന്നില്ല. താൻ ദൈവമായിരിക്കെ ആ മനുഷ്യത്വം കൂടെ എടുത്തു. അങ്ങനെ യേശുവിൻ്റെ യുണീക്ക് പേഴ്സണാലിറ്റിയാണ്
100% ദൈവം, 100% മനുഷ്യൻ. അതാണ് പലപ്പോഴും മനുഷ്യർക്ക് മനസ്സിലാകുവാനും ഉൾക്കൊള്ളുവാനും ബുദ്ധിമുട്ടായി വന്നത്. ഇവിടെ ഒരു പ്രയോഗം യോഹന്നാൻ ഉപയോഗിക്കുന്നത് വചനം ജഡമായി തീർന്നു. ജഡം എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഫ്ലഷ് എന്ന വാക്ക്, ഗ്രീക്കിൽ സാർക്സ് എന്ന പ്രയോഗം. അതാണ് സഭാചരിത്രത്തിൽ പോലും പ്രശ്നമുണ്ടായത്. കാരണം പൗലോസിൻ്റെ എഴുത്തുകൾ പരിശോധിച്ചാൽ സാർക്സ്, ജഡം, ഫ്ലഷ് എന്ന പ്രയോഗം പലപ്പോഴും സിൻഫുൾ നേച്ചർ ഓഫ് മാൻ, ആ വിഷയം വിവരിക്കുവാനായി പൗലോസ് ധാരാളം തൻ്റെ എഴുത്തുകളിൽ ജഡത്തെ ആ നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഭാചരിത്രത്തിൽ സഭയുടെ അകത്തു നിന്നൊരു കൂട്ടർ എഴുന്നേറ്റു. അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. അവരുടെ ഭക്തി നിമിത്തം അങ്ങനെ ഒരു ചിന്ത വന്നതാണ്. യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തുവിന് മനുഷ്യൻ്റെ ജഡം, മനുഷ്യനെപ്പോലെ അവതരിക്കുക, അങ്ങനെ ഒരു ഹ്യൂമൻ ബോഡി ഇംപോസിബിളാണ്. കാരണം മനുഷ്യ ശരീരത്തിൽ പാപമുണ്ട്. വിശുദ്ധനായ ദൈവത്തിന് പാപം തീണ്ടിയ ഫ്ലഷ്, സാർക്സ് എങ്ങനെ എടുക്കാൻ ഒക്കും? ഒരിക്കലും അങ്ങനെയല്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ മനുഷ്യനായി കണ്ടത് തോന്നലാണ്, യേശു ഒരു ഫാൻറ്റമാണ് എന്ന് സഭയിൽ നിന്ന് ഒരു ദുരുപദേശ സംഘം എഴുന്നേറ്റു. ഡോസറ്റിസം എന്ന പേരിലാണ് അവരുടെ ആ ഉപദേശം അറിയപ്പെട്ടത്. ആ ഒരു ഉപദേശത്തെ കൂടെ ഖണ്ഡിക്കുവാൻ വേണ്ടിയാണ് ആ വാക്ക് തന്നെ ഉപയോഗിച്ച് യോഹന്നാൻ എഴുതുന്നത് വചനം ജഡമായി തീർന്നു. ഇവിടെ മാത്രമല്ല, യോഹന്നാൻ്റെ എഴുത്തുകൾ പരിശോധിച്ചാൽ 1 യോഹന്നാൻ്റെ ലേഖനം, അവിടെ വളരെ ശക്തമായ നിലയിൽ അതിൻ്റെ 4-ാം അധ്യായം 2-3 വാക്യത്തിൽ യോഹന്നാൻ ആ ഉപദേശത്തെ ഖണ്ഡിക്കുന്നുണ്ട്. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ആളുകളുണ്ട്. അത് ദുരുപദേശമാണ്. ഇതുപോലെ തന്നെ നാണയത്തിൻ്റെ മറുവശം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ഹ്യൂമാനിറ്റി നിഷേധിക്കുന്നതും ദുരുപദേശമാണ്. ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശു കർത്താവ് 100% ദൈവം, 100% മനുഷ്യനാണ്. എങ്ങനെയാണ് യേശുക്രിസ്തു വചനം ജഡമായി തീർന്നത്? യേശു മനുഷ്യ അവതാരം ചെയ്തത് ത്രൂ ദ മിറക്കിൾ ഓഫ് ദ വെർജിൻ ബർത്ത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന കന്യകാജനനം എന്ന അത്ഭുത ജനനത്തിലൂടെയാണ് യേശുക്രിസ്തുവിൻ്റെ ജഡ അവതാരം നടക്കുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഈ ലോകത്തിൽ ഏത് വ്യക്തി ജനിച്ചാലും ഒരു പുതിയ വ്യക്തിത്വം, ഒരു പുതിയ ജീവൻ ഉണ്ടാകുകയാണ്. ടോട്ടലി ന്യൂ പേഴ്സൺ, ന്യൂ പേഴ്സണാലിറ്റി, ന്യൂ ലൈഫ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം അങ്ങനെയല്ല. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ നടക്കുന്നത് ഒരു പുതിയ വ്യക്തിത്വം ഉരുവാകുകയല്ല. യേശു ഇന്നലത്തെ നിത്യത മുതലുണ്ട്. കന്യക ജനനം നടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരമാണ് നടക്കുന്നത്. യേശുവിൻ്റെ ഉത്ഭവമല്ല അവിടെ നടക്കുന്നത് എന്ന കാര്യം ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആചരിക്കുന്ന സമയത്ത്, അത് ഘോഷിക്കുന്ന സമയത്ത് ഈ വലിയ കാര്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. യേശുക്രിസ്തുവിൻ്റെ ബിഗിനിങ് അല്ല അവിടെ. യേശുക്രിസ്തു ദൈവമാണ്.
മനുഷ്യനായി അവതരിക്കുകയാണ് കന്യക മറിയമൻ്റെ ഉദരത്തിൽ. അവിടുന്ന് നേരത്തെ തന്നെ ഉള്ളവൻ, അല്ലാതെ മറ്റു ജനനങ്ങളെ പോലെ ഒരു പുതിയ വ്യക്തിത്വം ഭൂമിയിലേക്ക് വരികയല്ല. ഭൂമിയിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവമായിരിക്കുന്നവൻ മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. അതിന് ഒരു കന്യകാ ജനനത്തിലൂടെയാണ് ദൈവം ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആ കാര്യങ്ങൾ അതിനെ നിവൃത്തിയിലേക്ക് കൊണ്ടുവന്നത്. വചനം ജഡമായി തീർന്നു. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു. മാത്രമല്ല, മനുഷ്യർക്ക് ദൈവം എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാകണമെങ്കിൽ ദൈവം മനുഷ്യനായി അവതരിച്ച് നമ്മെ അത് കാണിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിൻ്റെ പ്രോഗ്രാമിൽ, പ്ലാനിൽ അത് ഉണ്ടായിരുന്ന വിഷയമാണ്. എത്രയോ വലിയ അത്ഭുതമാണ് ആ വിഷയം. ഇവിടെ വചനം ജഡമായി തീർന്നു, ബിക്കെയിം ഫ്ലഷ്. ബിക്കെയിം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ ദൈവത്വമെല്ലാം മാറിപ്പോയി. 100% മനുഷ്യനായി മാത്രം എന്ന ചിന്ത ഒരിക്കലും നമ്മൾ വെച്ച് പുലർത്തരുത്. കാരണം ദൈവത്തിന് ദൈവമല്ലാതെ ഇരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. God can never cease to be God. God is always God. ദൈവം എപ്പോഴും ദൈവമാണ്. മനുഷ്യവേഷത്തിൽ ദൈവത്തിൻ്റെ പുത്രനെ അവതരിക്കുമ്പോഴും ദൈവം ദൈവം തന്നെയാണ്. മനുഷ്യത്വം കൂടെ എടുക്കുകയാണ്. പൂർണ്ണ മനുഷ്യനായി ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. ഇത് വേദശാസ്ത്രപരമായ ഒരു വിഷയമാണ്. വളരെ കാതലായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഇതിൽ നാം തീർച്ചയായും നമ്മൾ വിശ്വസിക്കുകയും ഉറയ്ക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ മറ്റു പല ചോദ്യങ്ങളുടെ നടുവിൽ നാം പതറിപ്പോകുന്നവരായിത്തീരും. ഇതെല്ലാം ബൈബിൾ ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ച് തരുന്ന വെളിപ്പാടുകളാണ്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമെന്ന് ഒരുവൻ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ അത്ഭുതത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കും. കാരണം ബൈബിൾ വെളിപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ പുത്രൻ കാലത്തിൻ്റെ സമ്പൂർണതയിൽ മനുഷ്യനായി ഈ ലോകത്തിൽ വന്നു. ആൻഡ് ഹി വാക്ക്ഡ് ഓൺ പ്ലാനറ്റ് എർത്ത് ആസ് ദ ഗോഡ് മാൻ. ഇവിടെ അനേക ആളുകൾ, മനുഷ്യർ ദൈവമാണ് എന്നും പറഞ്ഞ് ആളുകൾ ആ നിലയിൽ പബ്ലിസിറ്റികൾ കൊടുക്കാറുണ്ട്. എന്നാൽ ഇതങ്ങനെയല്ല. ഉയരത്തിൽ നിന്ന് വന്നവൻ മനുഷ്യനായിത്തീരുകയാണ്, ദ ഗോഡ് മാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദി ഇൻഫിനിറ്റ് ഗോഡ് became finite. The invisible God became visible. ഇറ്റേണലായവൻ, നിത്യനായവൻ താൻ ഉണ്ടാക്കിയ ക്രിയേഷനകത്ത്, സൃഷ്ടിപ്പിനകത്ത് ഒരു സൃഷ്ടിയെപ്പോലെ അവതരിച്ചു. ഇതുകൊണ്ടാണ് തന്നെ പലർക്കും മനസ്സിലാകാതെ ഇരുന്നത്. തൻ്റെ ആ വലിയ മഹത്വം ഹ്യൂമൻ ബോഡിക്കകത്ത് വീൽഡായിരുന്നത് കൊണ്ട് പലരും തന്നെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ എഴുത്തുകാരനായ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. മറ്റു പലരും പുറത്തെ ബ്യൂട്ടിയാണ് നോക്കിയത്. അവർക്ക് ആ തേജസ് ഹ്യൂമൻ ബോഡിയിൽ വീൽഡായിരുന്നപ്പോൾ കൃപ ലഭിച്ച എഴുത്തുകാരൻ അതിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം താൻ കണ്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്കും ആ കൃപ തരട്ടെ. ജഡത്തിൽ വെളിപ്പെട്ട യേശു ദൈവമാണ് എന്ന തിരിച്ചറിവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തരട്ടെ. ഫുള്ളി ഗാഡ് ആൻഡ് ഫുള്ളി മാൻ. ദൈവം
പല സമയങ്ങളും തന്നെത്താൻ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 1:18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ സൃഷ്ടിപ്പിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരുന്നു. അതുപോലെ 2 തിമോത്തിയോസ് 3:16, 2 പത്രോസ് 1:20-21 ഈ വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ഉണ്ട്. എന്നാൽ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്കായി വായിക്കാം. അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയും ആ വെളിപ്പാടിൻ്റെ പൂർണ്ണത യേശുക്രിസ്തുവിലാണ് നടക്കുന്നത്. ദൈവം പണ്ട് ഭാഗമായി വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. അത് 3-ാമത്തെ വാക്യം വരെയാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ 2-ാം വാക്യത്തിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ റെവലേഷൻസ് പല നിലയിൽ പണ്ട് കാലത്ത് വന്നെങ്കിലും സുപ്രീമായിട്ടും ഏറ്റവും ക്ലിയറായിട്ടും യേശുക്രിസ്തുവിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മറ്റൊരു പ്രയോഗം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം മനുഷ്യവേഷത്തിൽ വന്ന് യോഹന്നാൻ പറയുന്നത് നമ്മുടെ കൂടെ താമസിച്ചു, നമ്മുടെ ഇടയിൽ പാർത്തു. അതിനെ മൂലഭാഷ പരിശോധിച്ചാൽ ഡ്വെൽറ്റ് അമങ് അസ്, നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളതിന് ടാബർനാക്കിൾഡ് അമങ് അസ്, നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു പാർത്തു. പെട്ടെന്ന് നമ്മൾക്ക് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ സമാഗമന കൂടാരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ ഓർമ്മയിൽ വരും. ദൈവത്തിൻ്റെ പ്രത്യക്ഷത സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപയുടെ ആസനത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ഷെഖൈന ഇറങ്ങി വന്ന് സ്ഥിരമായി അവിടെ തളം കെട്ടി നിന്നു. ഇതുപോലെ ദൈവം മനുഷ്യൻ്റെ വേഷത്തിൽ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു പാർത്തു എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അത് വളരെ വിശദീകരിക്കേണ്ട വിഷയമാണ്. ദൈവമക്കൾക്ക് സമാഗമന കൂടാരത്തെക്കുറിച്ച് അറിവില്ലെങ്കിൽ പുറപ്പാട് പുസ്തകം നിങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കണം. മോശയോട് ദൈവം കൽപ്പിക്കുന്ന കൽപ്പനപ്രകാരം, വചനപ്രകാരം സമാഗമന കൂടാരം മോശ പണിതു. സമാഗമന കൂടാരം ലളിതമായി പറഞ്ഞാൽ അതിന് 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഏറ്റവും വെളിയിൽ ഔട്ട്വേർഡ് കോർട്ടാണുള്ളത്, പ്രാകാരം. അതിന് അടുത്ത മുറി എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലം. അതിന് തൊട്ടടുത്തത് അതിവിശുദ്ധ സ്ഥലം, ദ മോസ്റ്റ് ഹോളി പ്ലേസ്. പ്രാകാരത്തിൽ നിൽക്കുന്ന ഒരാളിന് അല്ല, ഇതിൻ്റെ വെളിയിൽ നിൽക്കുന്ന ഒരാളിന് സമാഗമന കൂടാരത്തെ കണ്ടാൽ ആകർഷണീയമല്ല. മൃഗത്തിൻ്റെ തോലുകൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന 2 ഉപകരണങ്ങൾ കണ്ടാലും അത്ര വലിയ ആകർഷണീയമായിട്ട് തോന്നുകയില്ല. പക്ഷേ ഇതിനകത്ത് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന പുരോഹിതന്മാർക്ക് ഇതിനകത്തുള്ള ഉപകരണങ്ങളും അതിനകത്തെ കാര്യങ്ങൾ കണ്ട് ഈ സമാഗമന കൂടാരത്തിൻ്റെ മഹത്വവും അതിൻ്റെ ബ്യൂട്ടിയും അവർക്കകത്ത് കാണുവാൻ കഴിയും. അതിലെല്ലാം ഉപരി ആണ്ടിലൊരിക്കൽ തൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട് മഹാപുരോഹിതൻ നിയമിക്കപ്പെട്ട ദിവസം അതിവിശുദ്ധ സ്ഥലത്ത് ആ മഹാപുരോഹിതൻ കയറുമ്പോൾ ദൈവത്തിൻ്റെ ഷെഖൈനയുടെ എഴുന്നള്ളത്തിന് ആ ബ്യൂട്ടിയും ആ മഹത്വവും ഈ മഹാപുരോഹിതന് കാണുവാൻ കഴിയും. ഇത് പുറത്തുള്ളവർക്ക്
ഒരു കാരണവശാലും കാണുവാൻ കഴിയുകയില്ല. ഇതുപോലെ നമ്മുടെ ഇടയിൽ പാർത്തു ടാബർനക്കിൾ ചെയ്ത കൂടാരമടിച്ച ക്രിസ്തുവിനെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പറയുന്നത് ലോകം അവനെ അറിഞ്ഞില്ല. 11-ാം വാക്യം സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. പുറത്തുള്ളവർ നോക്കിയപ്പോൾ സാധാരണ ഒരു യഹൂദനെ പോലെ ഇരുന്നു. ഇവൻ തച്ചൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ അവർ തിരസ്കരിച്ചു. യഹൂദന്മാർ അവനെ പീഡിപ്പിച്ചു. നമ്മൾ മറ്റ് ഒരു എപ്പിസോഡിൽ ആ കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഒരു സമൂഹമെന്ന നിലയിൽ പരീശനും സദൂക്യരും അവരുടെ ആ സമൂഹം, യഹൂദൻ ഒരുപോലെ ജാതിയായി യേശുക്രിസ്തുവിനെ തിരസ്കരിച്ച് ഒടുവിൽ കർത്താവ് പിതാവാം ദൈവത്തോട് തുല്യനായി പറഞ്ഞ പ്രസ്താവനകൾ നിമിത്തമാണ് കർത്താവിനെ ക്രൂശിക്കുന്നതായിട്ട് നമ്മൾ യോഹന്നാൻ 19 കണ്ടത്. കാരണം അവരകത്തെ ബ്യൂട്ടി അവർ കണ്ടില്ല. ആ അകത്തെ ദൈവിക മഹത്വം പുറത്തെ മനുഷ്യൻ്റെ ആ ശരീരത്തിൽ മറഞ്ഞിരുന്നത് കൊണ്ട് അവർക്ക് പലർക്കും കാണുവാൻ സാധിച്ചില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ അവൻ്റെ അകത്ത് ദർശിച്ചപ്പോഴാണ് അവൻ്റെ ലൈഫിൻ്റെ മഹത്വം, ആ ബ്യൂട്ടി അവർ ദർശിച്ചത്. എഴുത്തുകാരനായ യോഹന്നാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. കർത്താവ് ജഡത്തിൽ അവതരിച്ചത് കേവലം അങ്ങനെ തോന്നുകയല്ല, അക്ഷരീകമായി ഒരു ഹ്യൂമൻ ബോഡി യേശു കർത്താവിനുണ്ടായിരുന്നു. ലേഖനം എഴുതുമ്പോൾ യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ അവനെ തൊടത്തക്കവണ്ണമുള്ള, സ്പർശിക്കത്തക്കവണ്ണമുള്ള ഒരു ഹ്യൂമൻ ബോഡിക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് പൂർണ്ണ ദൈവം, അവിടുന്ന് പൂർണ്ണ മനുഷ്യൻ. ഡോസറ്റിസ്റ്റുകളായിട്ടുള്ളവർ പറഞ്ഞത് അവൻ്റെ വിശപ്പും ദാഹവും അവൻ്റെ ക്ഷീണവും ഒക്കെ അത് യാഥാർത്ഥ്യമല്ല, അങ്ങനെയൊന്നും ദൈവത്തിന് ആകുവാൻ കഴിയത്തില്ല എന്നവർ വാദിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, തൻ്റെ ഹ്യൂമാനിറ്റിയിൽ യേശുവിന് വിശന്നു, തൻ്റെ ഹ്യൂമാനിറ്റിയിൽ യേശുവിന് ദാഹിച്ചു, തൻ്റെ ഹ്യൂമാനിറ്റിയിൽ യേശുവിന് വേദന അനുഭവിച്ചു. ഇതെല്ലാം തിരുവെഴുത്ത് സാക്ഷീകരിക്കുന്ന കാര്യങ്ങളാണ്. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ ഷെഖൈന ഇറങ്ങിയതുപോലെ നമ്മുടെ ഇടയിൽ യേശുക്രിസ്തു ജഡയവതാരത്തിൽ പാർത്തു നടന്നു എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവവചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സത്യം പറയാം. പുറത്തല്ല ദൈവസഭയുടെയും ആകർഷണീയമായ കാര്യങ്ങൾ, വലിയ കെട്ടിടങ്ങളോ സംവിധാനങ്ങളോ സെറ്റപ്പുകളോ അല്ല നമ്മളെ ആകർഷിക്കേണ്ടത്. അകത്ത് is there the life of God inside? ആ സഭയിൽ കൂടി വരുന്ന ക്രിസ്തുവിൻ്റെ ആത്മീക ശരീരത്തിൻ്റെ ഭാഗമായി കൂടി വരുന്ന ദൈവമക്കളിൽ, സഹോദരി സഹോദരന്മാരിൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ടോ? ദൈവത്തിൻ്റെ ജീവനുണ്ടോ? നിത്യജീവനുണ്ടോ? ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് അവരുടെ അകത്തുണ്ടോ? ഇത് കാണുവാൻ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കട്ടെ. അനേക ആളുകൾക്ക് ഡിസപ്ഷൻ വരുന്നത് ബിൽഡിങ്ങുകൾ കണ്ടിട്ടാണ്. ബിൽഡിങ്ങുകളും സെറ്റപ്പുകളും സാമ്പത്തികമൊക്കെ മുടക്കി ലക്ഷക്കണക്കിന് വിലയുള്ള എക്യുപ്മെൻറ്റുകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും അതാണ് ദൈവത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, ദൈവീകത്വം അവിടെയാണ്, ദാറ്റ് ഈസ് ദ ഗ്ലോറി എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇറ്റ് ഈസ് ദ ലൈഫ് ദാറ്റ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ സൺ ഓഫ് ഗോഡ്. പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ ഈ വിഷയം പറയുമ്പോൾ പൗലോസ് ഒരു വെളിപ്പാട് പറയുന്നുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ ഉള്ള വേദഭാഗങ്ങൾ മറ്റൊരു കാര്യം പറയുവാൻ വേണ്ടി താൻ യേശുക്രിസ്തുവിൻ്റെ ജഡയവതാരം പറയുകയാണ്. ക്രിസ്തുവേശുവുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, അതാണ് വിഷയം. അത് പറയാൻ വേണ്ടിയാണ് താൻ ഇനി കർത്താവിൻ്റെ
മനുഷ്യാവതാരം, ജഡ അവതാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. 6-ാം വാക്യം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. തന്നെത്താൻ താഴ്ത്തിയ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചുകൊണ്ട് ദൈവസഭയിലുള്ളവർക്ക് ആ നിലയിലുള്ള ഹ്യൂമിലിറ്റിയാണ് വേണ്ടത് എന്നാണ് ഇവിടുത്തെ പ്രധാന ദൂത്. എങ്കിലും അത് പറയുമ്പോൾ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഹീ എംപ്റ്റീഡ് ഹിംസെൽഫ്, അവൻ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ തൻ്റെ ദൈവിക സ്വഭാവം മനഃപൂർവമായി ഭൂമിയിൽ ഉപയോഗിക്കാതെ പൂർണ്ണ മനുഷ്യനായി പരിശുദ്ധാത്മനിയന്ത്രിതനായി ആത്മാവിൻ്റെ ശക്തിയോടെ താൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാര്യങ്ങളും എല്ലാം താൻ ചെയ്ത് താൻ അങ്ങനെ ഒരു ജീവിതം നയിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ തന്നെ താൻ ദൈവമാണ്. താൻ വോളണ്ടറിയായി, ആരും നിർബന്ധിച്ചതല്ല, തന്നെത്താൻ ഒഴിക്കുകയാണ്. തൻ്റെ മനുഷ്യത്വത്തിൽ പിതാവാം ദൈവത്തിന് സബ്മിസീവായിരുന്നു. നിത്യത മുതൽ പിതാവിനോട് തുല്യനായവൻ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് മനുഷ്യനായി അവതരിക്കുമ്പോൾ തൻ്റെ ദൈവത്വം മാറ്റിവെച്ചില്ല. ദൈവമായിരിക്കെ തന്നെ ദൈവികമായ പ്രിവിലേജസ് മനഃപൂർവമായി ഉപയോഗിക്കാതെ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ വിധേയപ്പെടുത്തിയ പുത്രനായ മനുഷ്യനായ യേശുവിനെ പൗലോസ് അവതരിപ്പിക്കുകയാണ്. ഇത് നമുക്ക് തരുന്ന ഒരു വലിയ ദൂതുണ്ട്. പരിശുദ്ധാത്മപൂർണനായ യേശു തൻ്റെ മനുഷ്യത്വത്തിൽ പിതാവിനെ പൂർണ്ണമായി അനുസരിച്ച് പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന പിതാവ് സർട്ടിഫൈ ചെയ്യത്തക്കവണ്ണം പെർഫെക്റ്റ് മാനായി ജീവിച്ചു എങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, യേശുവിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവർക്ക് അങ്ങനെ ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയും എന്ന വലിയ ദൂതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതെത്രയോ വലിയൊരു ചലഞ്ചാണ് ദൈവമക്കളെ. ടെംപ്റ്റേഷൻസ് വരുമ്പോൾ നമുക്കതിൻ്റെ മുൻപിൽ പലപ്പോഴും പരാജയപ്പെടേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കർത്താവിനെ നമ്മൾ നോക്കുമ്പോൾ ദൈവമാണ് താൻ. അപ്പോൾ തന്നെ മനഃപൂർവമായി ദൈവത്വം ഉപയോഗിക്കാതെ പിതാവാം ദൈവത്തിന് സബ്മിസീവായി പുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ആത്മനിറവിൽ ജയകരമായ ജീവിതം നയിച്ചു എങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിൻ്റെ നടത്തിപ്പിൽ വിധേയപ്പെട്ടു നിന്നാൽ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയും എന്ന ദൂതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവവചനം നമ്മൾക്ക് ആഹ്വാനം തരികയാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദ ഗോഡ് മാൻ ജീസസ് ക്രൈസ്റ്റ് walked on earth as a human being, 100% യേശുവിൻ്റെ ഹ്യൂമാനിറ്റി. അപ്പോൾ തന്നെ അവിടുന്ന് ദൈവമായിരുന്നു. കാരണം ദൈവത്തിന് ദൈവമല്ലാതിരിക്കാൻ കഴിയുകയില്ല. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഗാഡ് ഈസ് അൺചേഞ്ചിങ്. പക്ഷേ ദൈവികമായിട്ടുള്ള പ്രിവിലേജസ് അവിടുന്ന് വോളണ്ടറിയായി ഉപയോഗിക്കാതെ നമുക്ക് മനുഷ്യർക്ക് അതൊരു എക്സാമ്പിളായി കർത്താവ് കാഴ്ചവെച്ചു.
ഈ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് സമ്പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ആത്മാവിൻ്റെ നടത്തിപ്പിൽ നിങ്ങളായാൽ നമ്മൾക്കും ജയിക്കുവാൻ കഴിയും. എല്ലാ ടെംപ്റ്റേഷൻ്റെ മുൻപിൽ നമ്മൾ തോൽക്കേണ്ട ആവശ്യം ഇല്ല. കർത്താവ് ഒരു ദൈവ പൈതലെന്ന നിലയിൽ എന്നെയും നിങ്ങളെയും ജയിക്കുവാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. ഈ ലിമിറ്റഡ് സമയം കൊണ്ട് 14-ാം വാക്യത്തിൻ്റെ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അടുത്ത 8-ാമത്തെ എപ്പിസോഡിൽ ഇതേ വിഷയം തന്നെ തുടർന്ന് പറഞ്ഞ് അതിന് 18 വരെയുള്ള വാക്യങ്ങളിൽ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നത് ദുരുപദേശമായി നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് ശരിയാണ്, യേശു ദൈവമാണ്. പക്ഷേ യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണെന്ന് വേദപുസ്തകം പറയുന്ന ആ വെളിപ്പാട് ഉൾക്കൊള്ളുവാൻ നാം തയ്യാറാകണം. പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ. ബൈബിൾ വെളിപ്പെടുത്തുന്ന യേശു കർത്താവ് അങ്ങനെയാണ്. അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. ആ കാലഘട്ടത്തിലെ ദുരുപദേശങ്ങൾക്ക് ഖണ്ഡനമായതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും ബൈബിൾ വെളിപ്പെടുത്തുന്നതിന് വിപരീതമായി വെച്ച് പുലർത്തുന്ന ചിന്തകൾ, കോട്ടകൾ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി നമ്മളിൽ ഉയരുന്ന ഉയർച്ചകൾ വചനത്താൽ ഇടിച്ചു മാറ്റി. വചനം എന്താണ് നമ്മളോട് പറയുന്നത്? അത് വിശ്വസിക്കുവാനും ഏറ്റെടുക്കുവാനും ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. ജീസസ് ഈസ് ടോട്ടൽ ഗോഡ്, ടോട്ടൽ ഹ്യൂമൻ ബീയിങ്. പക്ഷേ ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ അവിടുന്ന് ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. തൻ്റെ തോട്ട് ലൈഫിൽ പോലും there was no sin. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം അവിടുന്ന് അനുഭവിച്ചു. പക്ഷേ അവിടുത്തെ ഉള്ളിൽ ഒരിക്കലും പാപം വന്നിട്ടില്ല. ആ കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. എബ്രായ ലേഖനത്തിലെ 2 വാക്യങ്ങളൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ എപ്പിസോഡ് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അതിൻ്റെ 17-ാം വാക്യം കൂടെ. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജഡ-അവതാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലേഖകൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അടുത്ത എപ്പിസോഡിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ചേർത്താണ് ഈ എപ്പിസോഡും അടുത്ത എപ്പിസോഡും കൂടെ ചേർത്താണ് നമ്മൾ ഈ വിഷയത്തിന് ഒരു പൂർത്തീകരണം കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. ഇതൊരു എക്സോസ്റ്റീവ് സ്റ്റഡി അല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ യോഹന്നാൻ്റെ സുവിശേഷം ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അതിൻ്റെ ഓരോ വാക്യത്തിൻ്റെ ചില സൂചനകൾ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. 1-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പറഞ്ഞ്, 3-ാമത്തെ വാക്യത്തിൽ സൃഷ്ടിക്കുന്ന യേശുവിനെ അവതരിപ്പിച്ച്, 4-ാമത്തെ വാക്യത്തിൽ സ്വയംഭൂവായിരിക്കുന്ന യേശുവിനെ അവതരിപ്പിച്ച്, 9-ാം വാക്യത്തിൽ ജഡയവതാരത്തിൻ്റെ സൂചന തന്നിട്ട്, 14-ാം വാക്യത്തിൽ ഗോഡ് ബിക്കെയിം മാൻ. ആ വലിയ അത്ഭുതത്തെ
യോഹന്നാൻ എന്ന എഴുത്തുകാരൻ അവതരിപ്പിക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ ആ 14-ാം വാക്യത്തിലെ ഈ പ്രധാനപ്പെട്ട സത്യം അവതരിപ്പിക്കാനായിരിക്കാം താൻ നിത്യത മുതൽ യേശുവിനെ അവതരിപ്പിച്ച് തുടങ്ങുന്നത്. മറ്റ് സിനോപ്റ്റിക് ഗോസ്പൽസ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം അവതരിപ്പിച്ച് തുടങ്ങുന്ന ഇടത്ത് യോഹന്നാൻ നിത്യതയിലൂടെ യേശുക്രിസ്തുവിനെ കാണുകയാണ്. എന്നിട്ട് 14-ാം വാക്യത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം വെളിപ്പെടുത്തുകയാണ്. തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ഒരുമിച്ച് പഠിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. വളരെയധികം പ്രാർത്ഥിക്കണം. വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിങ്ങൾ ഈ വേദഭാഗങ്ങൾ വായിക്കുകയും നിങ്ങൾ ഈ ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കുകയും വേണം. ഞാൻ പറഞ്ഞതുപോലെ ഓരോ കാലഘട്ടത്തിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ധാരാളം ദുരുപദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യ ഉപദേശത്തിലും പഥ്യമായ ഉപദേശത്തിലും നിൽപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കൃപ തരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലസ് യു.